എൻ്റെ ബോഡിക്ക് ആരോഗ്യം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ആരോഗ്യം വേണം. സിഗരറ്റ് വലിച്ചാൽ ആരോഗ്യമുണ്ടാവും. ഇതാരാ പ്രചരിപ്പിച്ചത്? ലോകത്തെ മുഴുവൻ ഡോക്ടർമാർ. ഏകദേശം 20-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്തിൽ പ്രചരിപ്പിച്ചില്ല എന്നൊരു ഡോക്ടർ പറഞ്ഞാൽ എൻ്റെ പേര് ഞാൻ മാറ്റും, തെളിയിച്ചാൽ. ഇവർ പറഞ്ഞ് എങ്ങനെ വിശ്വസിക്കണം? പഞ്ചസാര കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ലോകത്തെ മുഴുവൻ പ്രചരിപ്പിച്ചത് ആരാണ്? വലിയ വലിയ സയന്റിസ്റ്റുകളായ ബയോളജിസ്റ്റുകൾ. അതുകൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്തു? പഞ്ചസാര കഴിച്ചു. പഞ്ചസാര കഴിച്ചപ്പോൾ എന്തുണ്ടായി? ഒരുപാട് പഞ്ചസാര ഫാക്ടറികളൊക്കെ കാലിയായി. പഞ്ചസാര ഫാക്ടറിയിലുള്ള മുതലാളിമാർ ഇവർക്ക് കൈക്കൂലി കൊടുത്തു. ഈ പഞ്ചസാര ഫാക്ടറികളുടെ ആളുകൾ തന്നെയാണ് എന്ത് മെഡിസിൻ ഉണ്ടാക്കിയത്. അപ്പോൾ ആളുകൾക്കൊക്കെ ഷുഗറായി. ഷുഗറിന്റെ മെഡിസിനും ഇവർ തന്നെ ഉണ്ടാക്കി. മനസ്സിലാണ്ട് പറഞ്ഞ ഓക്കെ. ഇപ്പോഴോ? ഇപ്പൊ ശർക്കരയും പറ്റൂല. എന്തുകൊണ്ട്? ഇപ്പോഴത്തെ ശർക്കരക്ക് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. ആ പഞ്ചസാര തന്നെയാണ് എന്തിപ്പോൾ ശർക്കര. യാതൊരു വൈറ്റമിനും ഇല്ലാത്ത ഭക്ഷണമാണ് വെള്ളച്ചോറ്. ഇന്നത്തെ അരി പ്രത്യേകിച്ചു. ഇന്നത്തെ അരിയിൽ അല്ലെങ്കിൽ അരിയിൽ തവിട് വേണം. തവിടോ ഇല്ല. ഇന്ന് മെഷീന് വർക്ക് ചെയ്തിട്ട് ഒരു തരിമ്പ് തവിട് പോലും ഇല്ലാത്ത വൈറ്റ് റൈസാണ് ഇന്ന് കൊടുത്തേക്കുന്നത്. വൈറ്റ് റൈസ് കൊണ്ട് മനുഷ്യന് ക്യാൻസർ ഉണ്ടാവും. അല്ലാഹു കാക്കട്ടെ. വൈറ്റായ ചില സാധനങ്ങൾ സൂക്ഷിക്കണം ജീവിതത്തിൽ. ഒന്ന് പഞ്ചസാര, ഒന്ന് അയഡിൻ ചേർത്ത ഉപ്പ്, ഒന്ന് പാക്കറ്റ് പാല്, ഒന്ന് തവിടില്ലാത്ത റൈസ്, ഒന്ന് മൈദ. ഈ 5 സാധനം ക്യാൻസർ ഉണ്ടാക്കും. അഞ്ച് സാധനം എപ്പോഴും സൂക്ഷിക്കണം, ഉപയോഗിക്കരുത്. 1 പഞ്ചസാര, 2 അയഡിൻ ചേർത്ത ഉപ്പ്, അതായത് ഇന്ന് നമ്മൾ പൊടിയുപ്പ് നമ്മൾ കാണുന്ന ഉപ്പ്, 2, 3 പാക്കറ്റ് പാല്, 4 തവിടില്ലാത്ത അരി, 5 മൈദ. ഈ 5 സാധനം സൂക്ഷിക്കണം. വാതിൽ ശരി കടച്ചാണ്. ഈ 5 സാധനം സൂക്ഷിക്കണം. 5 സാധനം ക്യാൻസറിന് കാരണമാവും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതിൻ്റെ ഒരു പഠനമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. വളരെ ശ്രദ്ധിക്കണം. മനസ്സിലാവുണ്ട്? 1, 2 പുഴുങ്ങിയിട്ടുള്ള അരിയാണിത്. 1 ഇതിലെന്തില്ല? തവിടില്ല. 2 പുഴുങ്ങുന്ന അരിയും പുഴുങ്ങാത്ത അരിയും ചേർത്ത് നോക്കിയാൽ ഏറ്റവും നല്ലത് പുഴുങ്ങാത്ത അരിയാണ്. ലോകത്ത് പുഴുങ്ങിയ അരി ഉപയോഗിക്കുന്ന വളരെ കുറഞ്ഞ ജനതയുള്ളൂ. അതിൽപ്പെട്ട ഒരു ജനത കേരളീയരാണ്. പിന്നെ ബംഗാളികളും. ഇന്ത്യക്കാരന് മൊത്തമല്ല, ബംഗാളികൾ മൊത്തമല്ല, കേരളക്കാർ മൊത്തം പുഴുങ്ങിയ അരി ഉപയോഗിക്കുക. അത് വിഡ്ഢികളായതുകൊണ്ടാണ്. കാരണം ഏതൊരു സാധനത്തിൻ്റെയും അതിൻ്റെ ഏറ്റവും വലിയ അപ്പർ ലെയറിലാണ് അതിൻ്റെ വൈറ്റമിൻസ് ഉണ്ടാവുക. അതിൻ്റെ മിനറൽസ് എല്ലാം അതിൻ്റെ അപ്പർ ലെയറിലാണ് ഉണ്ടാവുക. അപ്പർ ലെയറിലുള്ള മുഴുവൻ സാധനങ്ങൾ ചൂടുവെള്ളം ഊറ്റിക്കൊണ്ടുപോകും. അത് കന്നിന് കിട്ടും. ആ വീട്ടിൽ കന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മണ്ണിൽ നടക്കണ വല്ല ജീവികളുണ്ടെങ്കിൽ കിട്ടും. മനസ്സിലാവുണ്ട് പറഞ്ഞത്? കന്ന് ദിവസം ആരോഗ്യം ഉണ്ടാവും. അജ്മ മെലിഞ്ഞു തടി കൂടും, ആരോഗ്യം ഉണ്ടാവില്ല. മനസ്സിലാവുണ്ട് പറഞ്ഞത്? 3 അത് ദഹിക്കാൻ നേരം വൈകും. കാരണം ദഹിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ അപ്പർ ലെയറിലാണ്. അത് പോയി കന്നിന് ധ്യാനം ഉണ്ടാവും, പൊരിലാചിയർക്ക് ധ്യാനം ഉണ്ടാവില്ല. കേരളക്കാരായ ആളുകള്, പണിക്ക് വരുന്ന ആളുകൾക്ക് തിന്നാൽ പെട്ടെന്ന് ദഹിക്കാതിരിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചതാണ് പുഴുങ്ങല്. പുഴുങ്ങിയ അരി വെച്ച് കൊടുത്താൽ ഇവർ വൈകുന്നേരം വരെ പണിയെടുക്കും. വെള്ളം ടൈറ്റായി നിൽക്കും. എന്തുകൊണ്ട്? ദഹിപ്പിക്കുന്ന ഘടകങ്ങൾ അതിൽ നിന്ന് പോയി. നിങ്ങൾ പുഴുങ്ങാത്ത അരി കൊണ്ട് ചോറ് വെച്ച് കഴിക്കുക, പുഴുങ്ങിയ അരി കൊണ്ട് ചോറ് വെച്ച് കഴിക്കുക. നിങ്ങൾ ഒരു 1.5 മണിക്കൂർ കൊണ്ട് വിശക്കും. നിങ്ങൾക്ക് പുഴുങ്ങാത്ത അരിയാണെങ്കിൽ 3 മണിക്കൂർ കഴിഞ്ഞാലും ദഹിക്കാൻ ബുദ്ധിമുട്ടാണ് പുഴുങ്ങിയ അരി. മനസ്സിലാണ്ട് പറഞ്ഞത്? എന്ന് ഞാൻ വെറുതെ
പറയല്ല, ഞാൻ എൻ്റെ പേര് ജ്യൂസിൻ്റെ മേൽ പ്രശ്നം ഉണ്ടാക്കിയ മാതിരി ഇതിനൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഇതൊക്കെ ഒരു പഠനമാണ്. ഞാനീ പറഞ്ഞത് സത്യമാണ്. ഒന്നും പുഴുങ്ങിക്കഴിക്കുകയും ചെയ്യരുത്. ചില സാധനങ്ങൾ പുഴുങ്ങല്ലാതെ നിർവാഹമില്ല, അത് പുഴുങ്ങാം. അതിന് അല്ലാഹു തആല അതിൽ വേറെ ഘടകങ്ങളുണ്ടാവും. മധുരക്കിഴങ്ങ് പുഴുങ്ങിക്കഴിച്ചാലും പ്രശ്നമില്ല. അതേസമയത്ത് നേന്ത്രപ്പഴം പുഴുങ്ങിക്കഴിക്കരുത്. മനസ്സിലാണ്ട് പറഞ്ഞത്. ഇപ്പോൾ ഷുഗറുകാർക്ക് പുഴുങ്ങിയാൽ കഴിക്കാം. പുഴുങ്ങുമ്പോഴത്തേന് അതിൻ്റെ എല്ലാ സംഗതി പോയി പിന്നെ എന്തിനാ കഴിക്കണത്? അത്ര സാധനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ ഒരു പഴവും പുഴുങ്ങിക്കഴിക്കരുത്. പഴം എന്നാൽ എന്താ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഫ്രൂട്ട്? റെഡി ടു ഈറ്റ്. കഴിക്കാൻ എപ്പോഴും റെഡിയായ സാധനമാണ്. എന്ത്? നാച്ചുറലാണ്. ഇലാഹായ തമ്പുരാൻ അതങ്ങനെ തന്നെ പഠിച്ചത്. പഴം അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്താണ്. പഴത്തിനെ ഭയപ്പെടരുത്. പഴത്തിൻ്റെ പേരും നിന്നെ ഭയപ്പെടുത്തുന്നത് സത്യത്തിൽ യൂറോപ്യൻ മെഡിസിനാണ്. അത് നിന്നെ ചതിക്കാൻ വേണ്ടി വന്നതാണ്. ഷുഗറാണ്, പഴം തിന്നാൻ പാടില്ല, മറ്റേ തേന് കുടിക്കാൻ പാടില്ല, തേന് കുടിച്ച് മരിച്ചാലും തേന് കുടിക്കണം. എന്തുകൊണ്ട്? ഫീഹി ഷിഫാഉൽ ലിന്നാസ്. തേനിൽ ഷിഫയുണ്ട്. മാനുഷിക ജനതക്ക് മുഴുവനും അതിലാണ് ഷിഫ എന്ന് ഖുർആൻ പറഞ്ഞല്ലേ. ഫീഹി ഷിഫാഉൻ എന്ന വാക്കും ഷിഫാഉൻ ഫീഹി എന്ന വാക്കും വ്യത്യാസമുണ്ട്. മനസ്സിലായില്ല? ഫീഹി ഷിഫാഉൻ എന്ന വാക്കും ഷിഫാഉൻ ഫീഹി എന്ന വാക്കും വ്യത്യാസമുണ്ട്. സെയ്ദ് വീട്ടിലുണ്ട് എന്ന് പറയലും വീട്ടിലാണ് സെയ്ദ് എന്ന് പറയലും വ്യത്യാസമുണ്ട്. മനസ്സിലായില്ല? ഒരാൾ സെയ്ദിനെ കാണാൻ വേണ്ടി കടയിൽ വന്നു. അപ്പൊ അതുവരെ അവിടെ സെയ്ദ് വർത്താനം പറഞ്ഞുകൊണ്ട് ലീഗും രാഷ്ട്രീയവും കോൺഗ്രസും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ പോലീസിനെ കാണാനില്ല. അപ്പം വീട്ടിലുണ്ടാവും. അപ്പൊ അയാൾ പോയി. മനസ്സിലാണ്ട് പറഞ്ഞത്. അപ്പോൾ വീട്ടിലാണെന്നാൽ വീടുമായി ബന്ധപ്പെട്ടതിലാണെന്നേ അതിനർത്ഥമുള്ളൂ. വീട്ടിലാകാം. മനസ്സിലായില്ല? സെയ്ദ് വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു, അതിനർത്ഥം വായത്തൊടുവിലും ആകാം. വായയും പൂളയും കുത്തിയ പറമ്പിൽ സെയ്ദാവുമ്പോഴും ആ വാക്ക് തെറ്റൊന്നുമില്ല. അതേസമയത്ത് പറമ്പിൽ കളക്കുന്ന കിളക്കാരുണ്ട്, കൈക്കോട്ട് കളക്കുന്ന ഒരു ബിരത്തൊക്കെ വണ്ടി ഒന്ന് ചെയ്തോടെ ഓൻ പൊരയിലാണല്ലോ എന്ന് പറഞ്ഞു. പൊരയിലാണ് സെയ്ദ് എന്ന് പറഞ്ഞാൽ വേറെ എവിടെയും തപ്പണ്ടെന്ന് അതിൻ്റെ അർത്ഥം. സെയ്ദ് പൊരയിലാണ് എന്ന് പറയലും പൊരയിലാണ് സെയ്ദ് എന്ന് പറയലും വ്യത്യാസമുണ്ട്. സെയ്ദ് പൊരയിലാണ് എന്നാൽ പൊരയുമായി ബന്ധപ്പെട്ട് എവിടെയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. സെയ്ദ് പൊരയിലാണ് എന്ന് പറഞ്ഞാൽ എവിടെയോ ഉണ്ട്, പൊരയുമായി ബന്ധപ്പെട്ട എവിടെയോ ഉണ്ട് എന്നതിൻ്റെ അർത്ഥം. സെയ്ദ് പൊരയിലാണ്. പൊരയിലാണ് സെയ്ദ് എന്ന് പറഞ്ഞാലോ മുറ്റത്തിൽ അപ്പണ്ട, എവിടെ ഉണ്ട്? ഉള്ളിലാണെന്നാണ്. മനസ്സിലാവേണ്ട പറഞ്ഞത്. ഓരോന്നിനും ഓരോ സാഹചര്യമാണ്. ഇവനെ എവിടെയും കാണാനില്ലല്ലോ എന്ന സംശയത്തിനുള്ള മറുപടിയാണ് പൊരയിലാണല്ലോ എന്ന്. ഓന് ഏത് ഏരിയയിലാണ് ഉണ്ടാവുക എന്നതിന് മറുപടിയാണ് എന്ത്? സെയ്ദ് പൊരയിലാണ്. അപ്പോൾ തന്നെ മുറ്റത്താകാം, അപ്പോൾ തന്നെ കിണറ്റിങ്ങലാകാം, അപ്പോൾ തന്നെ വാഴത്തോട്ടത്തിലും ആകാം. അതേ സമയത്ത് പൊരയിലാണ് സെയ്ദ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട്, ഒരു ഖുസൂസിയത്തുണ്ട്. ഷിഫാഉൻ ഫീഹി, ശമനമുണ്ട് തേനിൽ എന്നല്ല, തേനിലാണ് ശമനം എന്ന് പറഞ്ഞു. ഇതാരെ പറഞ്ഞ്? അമേരിക്കയിലെ ബയോളജിസ്റ്റോ ആര് പറഞ്ഞു? ഫീഹി ശിഫാഉൻ ലിന്നാസ്, ഫീഹി ശിഫാഉൻ ലിന്നാസ്, തേനിലാണ് ശമനം എന്ന് ആരാ പറഞ്ഞു? പറയടോ, ആരാ പറഞ്ഞു? ഏതോ ബയോളജിസ്റ്റോ? ആരാ പറഞ്ഞു? അല്ലാഹു, അവനാണ് ഖാലിഖ്.
ഈ ക്രോമസോമുകളെല്ലാം പടച്ചത് അല്ലാഹുവാണ് അല്ലേ? പറയ്. ഇതിനുള്ളിലുള്ള സകല കോടാനക്കോടി, മനസ്സിലായില്ലേ? സെല്ലുകളെ, ക്രോമസോമുകളെ, DNA ഉള്ളിൽ അടങ്ങിയ കോടാനക്കോടി പ്രോഗ്രാമുകളെ എല്ലാം പടച്ചത് ആരാ? ഒരു റബ്ബ്. ആ റബ്ബാണ് എന്ത് പറഞ്ഞ്? പറ കുട്ടി. ഫീഹി ശിഫാഉൽ ലിന്നാസ്. അതിലെന്തുണ്ട്? തേനിലാണ് ഔഷധമുള്ളത്. പിന്നെ തേൻ കുടിച്ചാൽ മരിച്ചു എന്ന് പറഞ്ഞാൽ അതിനൊരളവുണ്ട്. തേൻ കുടിക്കാന്ന് വെച്ചാൽ ഇങ്ങനെ മെരു കുടിക്കാൻ ദിവസം ശുദ്ധമായ തേൻ അല്പം കുടിച്ചു നോക്കി ആരോഗ്യം നിലനിൽക്കും. പുനർജന്മത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു ആർക്ക്? ഫറോമാർക്ക്. ഏതെങ്കിലും കാലത്ത് ഇയാൾ ഹയാത്തായാൽ ഒരു 10 മിനിറ്റെങ്കിലും ജീവൻ തിരിച്ചിട്ടാണെങ്കിൽ വേഗം എന്ത് കുടിക്കുക? അതിനാണ് തേനോടച്ച്. 2 സാധനമാണ് അവരുടെ ഫറോമാരുടെ പിരമിഡിൽ സൂക്ഷിച്ചത്. ഒന്ന് തേന്, ഭരണികൾ നിറച്ച് തേൻ വെക്കും. ഒരു പിടിയെങ്കിലും ബ്ലാക്ക് പെപ്പറും വെക്കും. എന്ത്? കുരുമുളക്. എന്താ കുരുമുളകിന്റെ ദൗത്യം? കുരുമുളകിന്റെ ദൗത്യം എന്താ? പറയും. അതിനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് അറിയില്ല. എനിക്ക് അറിയുന്ന ബയോളജി എന്ന് പറയുന്നത് സത്യമാണ്. വളരെ കൃത്യമായിരിക്കും. എന്താണ് ബ്ലാക്ക് പെപ്പറിൻ്റെ, എന്താണ് കുരുമുളകിൻ്റെ ദൗത്യം? നീ എന്താണോ അകത്തേക്ക് നൽകിയത് അതിൻ്റെ ലാസ്റ്റ് അതിനാലുണ്ടാകുന്ന വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം നിന്റെ രക്തധമനിയിൽ എത്തിക്കാൻ ഇതുപോലെ യോഗ്യമായ വേറൊന്നുമില്ല. ഈ തേൻ കുടിക്കുമ്പോൾ തേനോട് കൂടെ കുരുമുളക് കഴിച്ചാൽ അത്രയും അതിൻ്റെ ലാസ്റ്റ് വരെ നിന്റെ ഉള്ളിലേക്ക് കിട്ടും. മനസ്സിലായില്ലേ? അത് അത്രയും ഉള്ളിലേക്ക് കയറും. കള്ളുടിക്കുമ്പോൾ കുടിച്ചാലോ പെട്ടെന്ന് പൂസാവും. ഏതൊന്ന്? അത് ഇന്നാലിന്നല്ലടോ. അതെന്താണോ ആ സാധനത്തിന് സ്വയം ഒരു ആരോഗ്യം ഉൽപ്പാദിപ്പിക്കുന്നതോടുകൂടെ തന്നെ അതെന്തും ചെയ്യും. നീ എന്താണോ നിന്റെ ഉള്ളിലേക്ക് നൽകിയത് അതിന്റെ മൊത്തം, ആ സാധനത്തിന്റെ മൊത്തം വൈറ്റമിൻസ് ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും എന്താണെങ്കിലും അത് നിന്റെ രക്തധമനിയിലേക്ക് നിനക്ക് ലഭ്യമാവാനുള്ള എല്ലാവിധ പദ്ധതികളും രാസപ്രവർത്തനങ്ങളും ആര് നടത്തും? നടത്തും. കുരുമുളക് നടത്തും. അത്രയും വലിയ കഴിവാ കുരുമുളകിന്. ഒരു പിടിയെ കുരുമുളക് വെക്കൂ. എന്തുകൊണ്ട്? കുരുമുളക് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മണിയാണ്. പൈസക്കാർ എണ്ണി കൊടുക്കുന്ന സാധനമായിരുന്നു പഴയകാലത്ത്. എന്ത്? കുരുമുളക് എണ്ണിയാ കൊടുക്കുക. എന്തുകൊണ്ട്? അന്ന് സൗത്ത് ഇന്ത്യയിൽ അവസാനത്തെ മുനമ്പിൽ മാത്രം ഉണ്ടാകുന്നതാണ് അക്കാലത്ത് കുരുമുളക്. കുരുമുളകിനെ ലോകരാജ്യങ്ങളിൽ കൊണ്ടുപോയി നട്ടുപിടിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. അതോടുകൂടി അതിൻ്റെ ഔഷധ ഗുണം നഷ്ടപ്പെട്ടു. ഇന്നെങ്ങാനും ഒരു കാലത്തിൽ കേരളത്തിൽ മാത്രമാണ് കുരുമുളക്, ഔഷധ വീര്യമുള്ള കുരുമുളക്. ഇന്ന് കുരുമുളക് എല്ലായിടത്തും പോയി. അപ്പോൾ അതിന് ഔഷധവും പോയി, വീര്യം പോയി. ആ ഗുണം ഇന്നില്ല. അതുകൊണ്ട് വേറെ ഒരു കാര്യം ഉണ്ടായി. മറ്റു ലോകരാജ്യങ്ങൾ നട്ടുപിടിപ്പിച്ചത് കൊണ്ട് ഉള്ള ഗുണം എന്താണ്? അതിൻ്റെ വില കുറഞ്ഞു. പഴയ കാലത്തെ കേരളീയ കുരുമുളക് മാത്രമാണ് കേരളത്തിലുള്ള ആ ഒരു, മനസ്സിലായില്ലേ, കുരുമുളകിൻ്റെ ആ ഒരു ട്രഡീഷണൽ അതിന് കിട്ടിയ ഔഷധ വീര്യം മാത്രമേ ഉള്ളൂ. ലോകത്ത് കുരുമുളക് വേറെ ഇല്ല. ഒരു ഔഷധം എന്ന നിലയിൽ കേരളത്തിൽ നിന്നാണ് കുരുമുളക് വാങ്ങുന്നത് എങ്കിൽ 1 കിലോ കുരുമുളക് 10,000 രൂപ കിട്ടൂല. അതേസമയത്ത് 600 700 രൂപ കൊടുത്താൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഡീസൻ്റ് ആയിട്ട് എന്ത് ചെയ്യും? 400 500 കുരുമുളക് കിട്ടും. 10,000 രൂപ കൊടുത്താൽ കിട്ടാത്തൊരു കാലമാവുമായിരുന്നു പഴയ കാലത്ത്. പോർച്ചുഗീസുകാർ ഇവിടെ വരുന്ന അവസ്ഥയിലാണ് കുരുമുളകെങ്കിൽ. കുരുമുളക് ബ്ലാക്ക് മണിയാണ്, ബ്ലാക്ക് ഗോൾഡാണ്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? പണത്തിന് പകരം എന്ത് ചെയ്യും? കുരുമുളക് കൈവശം വെക്കാൻ പാടില്ല എന്ന് പഴയ കാലത്ത് യൂറോപ്പിൽ നിയമമായിരുന്നു. ഒരാൾ കുരുമുളക് കൈവശം വെക്കുന്നുണ്ടെങ്കിൽ അയാൾ സൂപ്പർ ടാക്സിന് വിധേയനാകണം.
കാരണം 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 പറയാം. കാരണം അത്രയും സമ്പന്നന് മാത്രമേ കുരുമുളക് കൈവശം വെക്കാൻ കഴിയുള്ളൂ. ലോകത്താകെ സൗത്ത് ഇന്ത്യയിൽ കേരളത്തിൽ ഉണ്ടാക്കണുള്ളൂ. ലോകത്ത് എല്ലാവരും ഉണ്ടാക്കി. അപ്പോൾ അതിന്റെ ഔഷധ വീര്യം നഷ്ടപ്പെട്ടു പോയി. സാമൂതിരിയോട് കാര്യസ്ഥൻ വന്ന് പറഞ്ഞു, പ്രഭോ, അവർ നമ്മുടെ കുരുമുളകിന്റെ വള്ളിയും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ സാമൂതിരി പറഞ്ഞു, കൊണ്ടുപോയിക്കോട്ടടോ, അവർക്ക് ഞാറ്റുവേല കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. മനസ്സിലായില്ല, ഒരു പ്രത്യേക ഞാറ്റുവേലയിൽ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ, മനസ്സിലായില്ലേ, ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിൽ, ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ, മനസ്സിലായില്ലേ, അങ്ങനെ ഉണ്ടാക്കപ്പെടുന്നതാണ് എന്ത്? കേരളീയ കുരുമുളക്. അത് ബ്ലാക്ക് ഗോൾഡ് ആണ് താനും. തിരിച്ചു വരി, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഞാൻ തേനെ പറ്റി പറയാനത് പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ പറയാനുണ്ടായ കാരണം. വലിയ വലിയ ടിന്ന് നിറച്ച് തേന് വെക്കും, ഒരു ലേശം കുരുമുളകും വെക്കും. ആര്? ഫറോമാര്. അല്ല തേനിൽ ഇട്ടിക്കുന്നുണ്ടാവാം. തേനിൽ ഇട്ടുവെച്ചാൽ വലിയ ഗുണമുണ്ട്. ഒരു ലേശം കുരുമുളക് എടുത്തുക്കും. അയാൾ ഏതെങ്കിലും കാലത്ത് എണീക്കുകയാണെങ്കിൽ പറയാ, തേനും കുടിച്ചോട്ടെ, കുരുമുളക് നിന്നോട്ടെ, മതി, എല്ലാം അതിലുണ്ട്. അതാണ് ഇപ്പൊ എന്ത് പറയുന്നത്, ഷുഗറാണ് കുടിക്കരുത്. അള്ള എന്ത് പറയുന്നത്? അപ്പൊ അള്ളാനെ കൽവ ഡോക്ടറാണ് ആര്? ഇയാൾ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അയാളെ സോക്കണ്ട് വേറെ ആളത്ത് ബുക്ക് ചെയ്ത് ഉത്തരക്കാണ്. പേഷ്യന്റ് വരുമ്പോൾ പറഞ്ഞത് വേഗം പോകും. ഞാൻ എനിക്ക് 2.5 മണിക്ക് വേറെ അപ്പുറത്ത് വേറെ ഡോക്ടറെ അടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇയാൾ അതല്ല. അയാൾ പെണ്ണുങ്ങൾക്ക് സോക്കട, അയാൾ അങ്ങനെ ചെയ്യാം. ഞാൻ അതിനൊന്നും കുറ്റം പറയില്ല. പക്ഷെ അതേ സമയത്ത് അനാവശ്യമായി ഇവരൊക്കെ പറയുന്നത് നമ്മൾ സ്വീകരിക്കണ്ട. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് എന്തെന്നാൽ സത്യത്തിൽ മാർക്കറ്റിംഗ് ആണ്. മനസ്സിലായി? യു വാണ്ട് ഹെൽത്ത് ടു യുവർ ബോഡി. മനസ്സിലായി? എനിക്ക് ആരും എൻ്റെ ബോഡിക്ക് ഹെൽത്ത് വേണമെങ്കിൽ നീ എന്ത് ചെയ്തോ? സിഗരറ്റ് വലിച്ചോ. പരസ്യം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. നിന്റെ ബോഡിക്ക് ആരോഗ്യം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ആരോഗ്യം വേണം. സിഗരറ്റ് വലിച്ചാൽ ആരോഗ്യമുണ്ടാവും. ഇതാരാ പ്രചരിപ്പിച്ചത്? ലോകത്തെ മുഴുവൻ ഡോക്ടർമാർ. ഏകദേശം 20-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്തിൽ പ്രചരിപ്പിച്ചില്ല എന്നൊരു ഡോക്ടർ പറഞ്ഞാൽ എൻ്റെ പേര് ഞാൻ മാറ്റും, തെളിയിച്ചാൽ. ഇവര് പറഞ്ഞ് എങ്ങനെ വിശ്വസിക്കാം? പഞ്ചസാര കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ലോകത്തെ മുഴുവനും പ്രചരിപ്പിച്ചത് ആരാണ്? വലിയ വലിയ സയന്റിസ്റ്റുകളായ ബയോളജിസ്റ്റുകൾ. അതുകൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്തു? പഞ്ചസാര കഴിച്ചു. പഞ്ചസാര കഴിച്ചപ്പോൾ എന്തുണ്ടായി? ഒരുപാട് പഞ്ചസാര ഫാക്ടറികളൊക്കെ കാലിയായി. പഞ്ചസാര ഫാക്ടറിയിലുള്ള മുതലാളിമാർ ഇവർക്ക് കൈക്കൂലിയെടുത്തു. ഈ പഞ്ചസാര ഫാക്ടറികളുടെ ആളുകൾ തന്നെയാണ് എന്ത് മെഡിസിൻ ഉണ്ടാക്കിയത്. അപ്പോൾ ആളുകൾക്കൊക്കെ ഷുഗറായി. ഷുഗറിന്റെ മെഡിസിനും ഇവരെന്നെ ഉണ്ടാക്കി. മനസ്സിലാണ്ട് പറഞ്ഞ ഒക്കെ. ഇപ്പൊ ശർക്കരയും പറ്റൂല. എന്തുകൊണ്ട്? ഇപ്പോഴത്തെ ശർക്കരക്ക് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. ആ പഞ്ചസാര തന്നെയാണ് എന്തിപ്പോൾ ശർക്കര. നന്മ എന്ന് പറഞ്ഞാൽ അശേഷം നഷ്ടപ്പെട്ടു. തിരിച്ചു വരി. ഇതെന്തിപ്പോ നമ്മൾ പറയാനുള്ള കാരണം? ഇതെന്തോ പറയാനുള്ളൊരു കാരണമുണ്ടല്ലോ. എന്ത്? ഇലാഹായ തമ്പുരാൻ ഒരു കാര്യത്തെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ അതിലാണ് അതിന്റെ സത്യം കിടക്കുന്നത്. ഫീഹി ഷിഫ, അത് പറഞ്ഞുകൊണ്ടാ വന്നത്. ഫീഹി ഷിഫാ ഉല്ലിന്നാസ്, സകലമാന ജനങ്ങൾക്കും അതിൽ ഷിഫയുണ്ട്. ഖുർആൻ പറഞ്ഞു തേനിൽ ഷിഫയുണ്ട്. തേന് കുടിക്കണം, പക്ഷെ ഒറിജിനൽ തേനായിരിക്കണം. ഒറിജിനൽ തേനുണ്ടെങ്കിൽ ഒരു കവിളെങ്കിലും കുടിക്കണം. എല്ലാ ദിവസവും കുടിക്കണം. തേന് കുടിക്കണം. മരിച്ചു പോകണം, മരിച്ചു എന്നാലും അള്ളാഹ് പറഞ്ഞ കുടിച്ചിട്ടാണ് മരിച്ചത്. അള്ളാഹിനോട് പറയാലോ, അള്ളാഹു ജിമ്മ മരിക്കാനുള്ള കാരണം വെച്ചിട്ടാണ്.
ഈത്തപ്പഴത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഈത്തപ്പഴം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഈത്തപ്പഴത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, മാർക്കറ്റിങ്ങിന് വേണ്ടി ഇപ്പോൾ ഈത്തപ്പഴത്തിൽ പഞ്ചസാര കയറ്റുന്ന പതിവ് ലോകത്ത് ഒരുപാട് ഈത്തപ്പഴം എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾക്കുണ്ട്. അവർ വലിയ വലിയ ഫാക്ടറികളിൽ ചെമ്പ് നിറച്ച് എന്തു ചെയ്യും? പഞ്ചസാര കലക്കും. അല്ലെങ്കിൽ അതുപോലത്തെ സ്വീറ്റായ കെമിക്കൽസ്, ഈ സ്വീറ്റായ കെമിക്കൽസിലേക്ക് എന്തിടും? ഈത്തപ്പഴം. എന്നിട്ട് അതിന്ന് കോരിയെടുത്തിട്ട് പാക്ക് ചെയ്യും. ചില ഈത്തപ്പഴങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ഈത്തപ്പഴം നമ്മൾ പിന്നെ അതിൻ്റെ പുറത്ത് പഞ്ചസാര വടിച്ചെടുക്കാം. കണ്ടിട്ടുണ്ടോ? സുക്കരി എന്ന ഷുഗറാണത്, പുറത്തുനിന്ന് ഷുഗർ കയറ്റിയതാണ്. അതിനും ഉത്തരവാദി മനുഷ്യനാണ്, അള്ളാഹു അല്ല. നാച്ചുറൽ ഈത്തപ്പഴം ആണെങ്കിൽ അതിനുപോലെ ഔഷധം എന്താ? പിന്നെ അളവാണ്. ഒരു ദിവസം ഈത്തപ്പഴം കഴിക്കേണ്ടത് എത്രയാ? ഏറെ വന്ന 7. ഇത് നമ്മൾ പാത്രത്തിൽ തോന്നുന്നു. ചോറ് കഴിക്കുമ്പോൾ അങ്ങനെ പറ്റൂല. ഒരു സാധനത്തിന് അമിതമായാൽ അമൃത് വിഷം തന്നെയാണ്. അതൊരു കാരണം നിന്റെ സിസ്റ്റത്തിന് അത് താങ്ങാൻ കഴിയില്ല. 20 കിലോ ഏറ്റിക്കൊണ്ട് നടക്കാൻ ആരോഗ്യമുള്ള ഒരാളെ തലയിലേക്ക് 50 കിലോ വെച്ചു കൊടുത്താൽ അയാളെ പെരടി പൊട്ടിച്ചാടി വീഴല്ലേ ഉള്ളൂ. ഇതന്നെയാണ് നിന്റെ സിസ്റ്റത്തിന് ഒരു 7 ഈത്തപ്പഴം, ഒരു 7 ഈത്തപ്പഴം അത് മതി. അത് അതിരാവിലെ കഴിച്ച ഒരു 7 ഈത്തപ്പഴം മതി. നിനക്ക് ആവശ്യമുള്ള എല്ലാം ഇതിലുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഈത്തപ്പഴത്തിൽ എന്തുണ്ടോ നോക്കണം. ഷുഗർ കണ്ടന്റ് കേട്ടിട്ടുണ്ടോ നോക്കണം. അവിടെയൊക്കെ ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യകരങ്ങളുടെ ദുർപ്രവർത്തനം അവിടെയൊക്കെ ഉണ്ടാവും. മനുഷ്യകരങ്ങളുടെ ദുഷ്പ്രവർത്തനം ഇതാണ് ഇവിടെയൊക്കെ സംഭവിക്കുക. ഈത്തപ്പഴം നല്ലല്ലേ? നല്ലതാണ്. പക്ഷെ ഈത്തപ്പഴായിരിക്കണം. ഈ സ്വീറ്റ് കെമിക്കൽസ് കയറ്റിയിട്ട്, പഞ്ചസാരയുമല്ല സ്വീറ്റ് കെമിക്കൽസ്, പഞ്ചസാരക്കും ഒരു പരിധിയുള്ള പിന്നെ എന്തേ പറയുള്ളൂ, ഒരു നാശം ഉണ്ടാവുള്ളൂ. ഇന്ന് പഞ്ചസാര ഉപയോഗിക്കൂല. മനുഷ്യൻ ലാഭത്തിന്റെ പിന്നാലെ ഓടുകയാണ്. ചുമന്ന മുളക് അരച്ചിട്ട് ഒരു കറിയിൽ കൂട്ടുകയാണെങ്കിൽ ഒരു പരിധിയുണ്ട്. അത് അരച്ചെടുക്കുന്ന ആള് കൈ ചുട്ടുകത്തും. അപ്പൊ പരമാവധി കുറക്കാൻ നോക്കും. 1, 2 പറഞ്ഞത് മനസ്സിലായില്ലേ? അത് എടുക്കുന്നതിനനുസരിച്ച് മനുഷ്യൻ ബുദ്ധിമുട്ടുണ്ടാവും. 2, ആ സാധനത്തിന്റെ വലിയ വില. അതേ സമയത്ത് ഇതേ സാധനത്തിന് കെമിക്കൽ ഉണ്ട്. ചുവന്ന മുളകിന്റെ കളർ കെമിക്കലായ കളറിടുക. ഒരു ഉറ്റിച്ചാൽ മതി. 10 പറ കറിയിലേക്ക് ഒന്നിങ്ങനെ ഉറ്റിച്ചാൽ എന്തായി? നല്ല എരിവുണ്ടാവും. ഇപ്പൊ മുളക് വഹിക്കില്ല. മുളക് ഒരു നാച്ചുറൽ സാധനമാണ്. അതിന്മേൽ അതിൻ്റെ ഒരു ഔഷധം ഉണ്ടാവും. ഇത് കെമിക്കലാണ്. ഇതെന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പിന്നെ പറയാം. കുറച്ച് കാര്യങ്ങൾ ഞാൻ 6 മാസം കഴിഞ്ഞ് നീട്ടിച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പം പറയില്ല. കുറേ സാധനങ്ങൾ ഞാൻ 6 മാസം കഴിഞ്ഞ് പറയാം, 6 മാസം കഴിഞ്ഞ് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ 6 മാസം കഴിഞ്ഞ് പറയും. ഇപ്പം പറയാൻ പാടില്ല. ഇപ്പം പറഞ്ഞാൽ എൻ്റെ സർപ്രൈസ് നഷ്ടപ്പെട്ടു. ഒരു കാര്യം നിങ്ങളോട് പറയാണ്ട്, ലോകത്തോടും പറയാണ്ട്. അതിന് 6 മാസം കഴിഞ്ഞേ പറയുള്ളൂ. 4 മാസം കഴിഞ്ഞാൽ പറയും. സത്യം. ഈ സാധനം തനി കെമിക്കലാണ്. അത് ആരോഗ്യം നഷ്ടപ്പെടുത്തും. കടലമിഠായി നല്ലതാണ്. എന്തായാലേക്ക് ചേർക്കുക? നാച്ചുറൽ കടല, ശർക്കര. ഇന്ന് കഴിക്കരുത്. എന്തുകൊണ്ട്? കടലയിൽ ചേർക്കുന്നത് കടല നാച്ചുറലാണ് എന്ന് വെച്ചാൽ തന്നെ ചേർക്കുന്നത് പശയാണ്. അതിലേക്ക് ശർക്കരയുടെ എന്ത് ചേർക്കും? പ്രത്യേകമായ ഒരു കെമിക്കൽ ചേർക്കും. അപ്പോൾ ഇതിൽ എന്തുണ്ടാവും? ശർക്കരയുടെ മധുരവും വാസനയും രുചിയും ഉണ്ടാവും. ശർക്കര ഇതും കരിമ്പും ഇതും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. നിന്റെ കിഡ്നി പോവും. കടലമുട്ടായി പോലെ നല്ലൊരു സാധനം എന്താ?
അന്നത്തെ കടലമുട്ടായി ഇന്നത്തെ കടലമുട്ടായി വ്യത്യാസമുണ്ട്. അന്നത്തെ കടലിൽ നിന്ന് ശർക്കര നമുക്ക് ശരിക്കും കാണാം. ഇന്ന് നമ്മൾ ഒരു പശ പോലെയാണ്. എന്ത്, നിങ്ങൾ കടലമുട്ടായി വാങ്ങാറുണ്ടോ? വാങ്ങണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ സാധാരണ വാങ്ങി ബാഗിൽ വെക്കുന്ന ഒരു സാധനമാണ് എന്ത്, കടലമുട്ടായി. എവിടെയെങ്കിലും ഒരു ഭക്ഷണത്തിന് നേരം വൈകിയാലും അത് കഴിച്ചാലും തൽക്കാലം കടലയല്ലേ, കടലാണ് നല്ല ആരോഗ്യം ഉണ്ടാകുന്ന സാധനമാണ്, അങ്ങനെ കഴിക്കാം. ഏത് ഷുഗർ രോഗിക്കും ഒരളവിൽ കഴിക്കാവുന്ന സാധനമാണല്ലോ എന്ത്, കടലയും ശർക്കരയല്ലേ. പക്ഷെ നശിപ്പിച്ചു. ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്നതിൽ ഏകദേശമെല്ലാം ഫുള്ളാണെന്ന് പറയുന്ന ഒരു നിയമപ്രശ്നം ഉണ്ടാവുന്നതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. കടലമുട്ടായിക്കാരെ മുഴുവൻ ആക്ഷേപിച്ചു എന്നൊരു പ്രശ്നം വരുമല്ലോ, അതുകൊണ്ട് പറയാതിരിക്കാം. അതേസമയത്ത് കെമിക്കലാണ് ഇന്ന് വലിയൊരളവിലും കാണുന്നത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ചിന്തിക്കണം. എന്തുകൊണ്ട്? മനുഷ്യൻ ലാഭമാണ് വേണ്ടത്. പഞ്ചസാരക്ക് പകരം ഒരു കെമിക്കൽ ചേർക്കുമ്പോൾ മനുഷ്യൻ ലാഭക്കാരനാണ്, ലാഭമാണ് മനുഷ്യന് വേണ്ടത്. കടലമിഠായി കടലയോടുകൂടെ പശ ചേർക്കുമ്പോൾ മനുഷ്യൻ ലാഭമാണ് ഉണ്ടാവുക. പക്ഷെ വാങ്ങുന്നവന്റെ കിഡ്നി പോവും. കിഡ്നി പോയാൽ ഡയാലിസിസ് സെന്റർ ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പൈസ ഇവർ തന്നെ വാങ്ങും. ഇതെല്ലാം കൂടി ചേർന്നാൽ അഷ്ബഖത്തുൽ ആലമിയ ഒരു വേൾഡ് നെറ്റ്വർക്കാണ് ഇവർക്കുള്ളത്. അവരാണ് എന്ത് ചെയ്യുന്നത്? ഇതിനൊക്കെ നിഷേധിക്കുന്നത്. അത് പാടില്ല, ഇത് പാടില്ല, അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്. ഈ നാച്ചുറൽ സിസ്റ്റത്തിൽ എന്തു കഴിക്കാം, അതൊക്കെ എന്ത് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നെന്ന് എനിക്കറിയില്ല. ഏതായാലും 5 സാധനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വന്നതെന്ന് എനിക്കറിയാം. പക്ഷെ എന്തൊക്കെയാണെന്ന് പിന്നെ അത് കറക്റ്റ്. പക്ഷെ അതിനൊക്കെ ഒരു കാരണം പിന്നെ ഉണ്ടോ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാച്ചുറലായി മനുഷ്യന് നൽകിയ സംഗതികളുണ്ട്. മനുഷ്യന് നൽകിയ നാച്ചുറലായ സംഗതികളുണ്ട്. ആ സംഗതിയെ മനുഷ്യൻ ഉപയോഗിച്ചാൽ മനുഷ്യനത് വളരെ ആരോഗ്യദായകമാണ്. വളരെ വലിയ നേട്ടം മനുഷ്യനുണ്ടാവും. അതിനൊന്നും മനുഷ്യൻ ഒരു കാലഘട്ടത്തിൽ ഭയപ്പെടാൻ പാടില്ല.